ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെള്ളപ്പം റെസിപ്പിയാണ്. ഇതൊരു സാധാരണ വെള്ളപ്പമല്ല, കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ള ഒരു മുട്ട വെള്ളപ്പമാണ്. അപ്പോൾ അതിനെന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് വാർത്തെടുത്ത് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 മണിക്കൂർ എന്തായാലും കുതിർത്ത് വെക്കണം. ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് എടുത്തത്. പിന്നെ 1/2 കപ്പ് വെളുത്ത അവിലെടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1/2 കപ്പ് അവിൽ എന്നുള്ള കണക്കിലാണ് എടുത്തത്. അവിലിന് പകരം ചോറ് വേണമെങ്കിലും ചേർക്കാം. 1/2 കപ്പ് തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. അരിൻ്റെ ലെവൽ എത്രയാണോ അതേ സെയിം ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും തരിയൊന്നുമില്ലാതെ അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒട്ടും തരിയൊന്നുമില്ലാതെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതിയാണ് ഈസ്റ്റ് ചേർക്കേണ്ടത്. ഈസ്റ്റിൻ്റെ അളവ് ഒട്ടും കൂടരുത്. കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റും മണവും ഒക്കെ വ്യത്യാസം വരും. അതുകൊണ്ട് ഈസ്റ്റ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ അത് മിക്സായി കിട്ടും. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 മണിക്കൂർ എന്തായാലും ഇത് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. തണുപ്പുള്ള സമയമാണെങ്കിൽ ചിലപ്പം അതിനേക്കാളും കുറച്ചും കൂടെ സമയമെടുക്കും. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ തലേന്ന് രാത്രി അരച്ച് വെച്ചാൽ നല്ല പാകത്തിൽ കിട്ടും. ഈ ഒരു അളവിൽ കൂടുതൽ ഈസ്റ്റ് എടുക്കരുത്. ഈസ്റ്റിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു വെള്ളപ്പാണിത്. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചൂടാവാൻ നേരത്തെ വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവാണ് ഞാൻ ഒഴിച്ചത്. ഒരുപാട് വലിയ വെള്ളപ്പം വേണമെങ്കിൽ കുറച്ചും കൂടെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുവരെ നമ്മൾ സാധാരണ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇനി അതിലേക്ക് നമ്മളൊരു എഗ്ഗ് ചേർക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ തന്നെ മൂടി വെക്കണ്ട. നടുവിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും മുട്ട എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. ഈ ഒരു വെള്ളപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ വെള്ളപ്പം കഴിക്കുന്നതിനേക്കാളും കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഈ ഷെഫ് പിള്ളേൻ്റെ റെസ്റ്റോറൻറ്റിലൊക്കെ സെർവ് ചെയ്യുന്ന ഒരു തരം വെള്ളപ്പാണിത്. അത് കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മൾ വെള്ളപ്പത്തിൻ്റെ മാവിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചും കൂടെ ഒന്ന് കുറച്ചിട്ട് മൂടി വെക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. നല്ല ഭംഗിയുള്ള വെള്ളപ്പാണ്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നൊരു വെള്ളപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. ഞാൻ സെയിം മാവ് വെച്ചിട്ട് തന്നെ ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിൽ കുഞ്ഞു കുഞ്ഞു വെള്ളപ്പം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും. ഒന്നും മൂടി വെക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചെറിയ ചെറിയ വെള്ളപ്പല്ലേ.
അതും റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുക്കായി നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റാം. ചട്ടിയിൽ നിന്ന് എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയ വെള്ളപ്പായതുകൊണ്ട് തന്നെ. കേട്ടോ, നല്ല ക്യൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെള്ളപ്പൊക്കെ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്, പക്ഷെ എന്നാലും ഓരോ വ്യത്യാസം ഉണ്ടാകും ഓരോരുത്തർ ഉണ്ടാക്കുന്നതും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.